പക്ഷെ നിങ്ങൾ ബാവസ്ഥാദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ബാവസ്ഥാദ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. ഇയാളെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാലങ്ങളായിട്ട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചായിരുന്നു. ഇന്നാണ് കാണാൻ പറ്റിയത്. അല്ല, നിങ്ങൾ കൂടുതലും പെണ്ണുങ്ങളാണ് ആരാധകരെന്ന് പറഞ്ഞു. താത്താമാര് ഇമ്മാരാണ്, വല്യമാര്. അതിന്റെ കാരണം എന്താ? ബാബുക്ക, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് നിങ്ങള്? അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറയാം, കലാപരമായിട്ടൊരു കാഴ്ചപ്പാട് ഇല്ല. പണ്ട് ചെറുപ്പം മുതൽ നമ്മളെ നല്ല സ്റ്റോറി ഉണ്ടാക്കാറ്, കഥ ഉണ്ടാക്കാറ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാറുണ്ടെന്നല്ല പോയി. പണ്ട് നമ്മളെ പന്തളിച്ചാൻ പോയ കാലത്തൊക്കെ ആ പാടത്തിനെ പറ്റി ഇരുന്നാൽ നമ്മൾ പന്തളിച്ചാണ് ഇഷാമത്ത് കഴിച്ചോളൂ. അവരെന്താ വേണേ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പല അമാസി പല കോമഡിയും അതൊക്കെ എന്റെ മെമ്മറിയിലുണ്ട്. അതന്നെ അത് ഇപ്പോ ഈ യൂട്യൂബൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ സാധനങ്ങൾ എടുത്താൽ മതി. പിന്നെ ഇടം പല രണ്ട് കുട്ടികളുണ്ട് എഡിറ്റ് ചെയ്യാനും പിന്നെ ക്യാമറ എടുക്കാനും. വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാണ്. അത് ഇപ്പൊ ചെയ്യുന്നത് നമ്മളൊരു ചെക്കുണ്ട് ചട്ടിപ്പറമ്പിലാണ്. ആദ്യം നമ്മള് തുടങ്ങിയത് ദിലീപന്റെ നമ്മളൊരു ചങ്കുണ്ടായിരുന്നു. ഓനാണ് തുടങ്ങി ചെയ്തതാണ്. തീർച്ചയായും ഓനാണ് നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ വേറൊന്ന് ഗൗതം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ 2-3 ആൾക്കാർ ഉണ്ടായിരുന്നു. ഫാമിലി ഇപ്പൊ വീട്ടില് ഭാര്യ 3 കുട്ടികള്, 3 ആൺകുട്ടികളാണ് എനിക്ക്. വലിയോന് 12 വയസ്സ്, അതിന് താഴെ 10 വയസ്സ്, പിന്നെ 3 വയസ്സ്. പിന്നെ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്ത് വർക്ക് ചെയ്യുന്നത്? വള്ളടിച്ചെടുക്കുക. ഇപ്പല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വള്ളടിക്കാരനല്ലേ? കുടിവെള്ളമാണ്, കുടിവെള്ളം. ഇപ്പോഴല്ലേ ഭാവസ്ഥാതായതും യൂട്യൂബ് ആയത്. അതിന് മുമ്പ് എന്റെ പേര് എന്താ വെച്ചാൽ വള്ളടിക്കാരൻ ഭാവാണ്. നാട്ടിലെ എല്ലാ ആൾക്കാരുടെ ഫോണിലും എന്ത് ചെയ്തോ വള്ളം ഭാവ, വാട്ടർ ഭാവ, വള്ളടിക്കാരൻ ഭാവ. ശരിക്കും ജീവിതത്തിൽ നിങ്ങൾ വള്ളടിക്കലുണ്ടോ? എത്ര വട്ടം അടിച്ചിട്ടുണ്ട്. ഒരു ദിവസം 5, 6, 8, 10 ട്രിപ്പ് അടിച്ചത്. അപ്പോൾ നാട്ടിലേക്ക് സംശയം ഉണ്ടാവട്ടോ അത് ഏത് വള്ളാണെന്നല്ലേ. ഓക്കെ, മുസ്ലിമായി പറഞ്ഞ ആൾക്കാർ മറ്റേ വെള്ളം അടിച്ചാൽ ഉണ്ടോ? അടിച്ചാൽ പാടും, നമുക്ക് അറിയാമല്ലേ? എത്താ ചോദ്യം ചില. അപ്പൊ കുടിവെള്ളമാണ് പുള്ളിക്കാരടിക്കല്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തട്ടെ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹം? വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് ആഗ്രഹം ഉണ്ടാവും? ഈ ഒരു പോക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ജനിച്ചു പോയില്ലേ, അപ്പൊ ജീവിക്കേണ്ട വേണ്ടി സമാധാനം കിട്ടും. സമാധാനമായിട്ട് വല്ലാതെ വേറെ വലിയൊരു സംഭവം അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പോക്ക് ഇപ്പൊ ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.